ാണെന്നുണ്ടെങ്കിൽ സംവാദ നിയമങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സംവാദ നിയമങ്ങൾ ഇതാണ്. പ്രസൻറ്റേഷനാണ്. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 30 മിനിറ്റാണ് ഒരു സൈഡിൻ്റെ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷന് ശേഷം റിബട്ടലാണ്. ആ റിബട്ടൽ 15 മിനിറ്റ് വീതം, സെക്കൻഡ് റിബട്ടൽ 10 മിനിറ്റ് വീതമാണ്. ആ 2 റിബട്ടൽസിന് ശേഷം ഒരു സബ് റിബട്ടലിൻ്റെ കൂടെ ഉണ്ടാവും 5 മിനിറ്റത്തെ ഒരു റിബട്ടലും. അതിനുശേഷം ചോദ്യോത്തര സെക്ഷൻസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുശേഷം ആ ചോദ്യങ്ങൾ 2 മിനിറ്റും ഉത്തരം 5 മിനിറ്റും വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചോദ്യം 1 മിനിറ്റും ഉത്തരം 3 മിനിറ്റുമായിട്ട് ഒരു 5 സെഷൻസ് ഉണ്ടായിരിക്കും. അതിനുശേഷം റാപ്പിഡ് ഫയറുകളോ തെളിവുകളോ അങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കും. 15 മിനിറ്റ് സെഷൻ ഉണ്ടായിരിക്കും. അവിടെയും ചോദ്യങ്ങൾക്ക് 1 മിനിറ്റും ഉത്തരങ്ങൾക്ക് 3 മിനിറ്റിനുമായിരുന്നു സമയം. തെളിവുകൾ വെക്കാനുള്ളത് ഇപ്പൊ കേൾക്കാമല്ലോ. എവിടെ വരെ കേട്ടിരുന്നു? അല്ല, എവിടെ വരെ കേട്ടിരുന്നു? തെളിവുകൾ വെക്കാന്നുള്ളത് വരെ കേട്ടിരുന്നു. കുഴപ്പമില്ല, ഇടയ്ക്കൊന്നും തെളിവുകൾ വെക്കാം. തെളിവുകൾ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പോയി ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കാം. പക്ഷെ അത് കൃത്യമായി തെളിവുകൾക്ക് വേണ്ടി ഇത് നെറ്റ്വർക്കിന് കൃത്യമായ തെളിവുകൾ വെച്ച് വേണം ഓക്കെ. കൃത്യമായ തെളിവുകൾ വെച്ച് മാത്രമായിരിക്കണം സംസാരിക്കേണ്ടത്. അതിനുശേഷം കൺക്ലൂഷൻ ഉണ്ടായിരിക്കും. അത് 5 മിനിറ്റ് വീതമായിരിക്കും. അതിനുശേഷം മോഡറേറ്റർക്ക് പറഞ്ഞ് ഡിബേറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കെന്നാ വീരുവിന്റെ പ്രസന്റേഷനിലേക്ക് പോയാലോ? അതെ, ഫസ്റ്റ് വീരുവിന്റെ സൈഡിലാണ് പ്രസന്റേഷൻ. വീരുവാണ്. ഓക്കെ, അപ്പൊ 30 മിനിറ്റ്സ്. ആരെങ്കിലും ടൈം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ടൈം നോട്ട് ചെയ്യാം. അപ്പൊ വീരുവിന്റെ സൈഡിൽ നിന്ന് വീരു പ്രസന്റേഷൻ തുടങ്ങിക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, തുടങ്ങിക്കോ. 30 മിനിറ്റ് ഞാൻ എന്ത് പ്രസംഗിക്കാനാ? ഞങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ ഒരു നഴ്സറി കുട്ടിയുടെ പ്രസംഗം പോലെ കേട്ടാ മതി കേട്ടോ. ഞങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്ത് ആദ്യമായി ഉണ്ടായ മതം ഇസ്ലാം മതമാണ്. ആദ്യം തന്നെ ആദം നബീനെയാണ് സൃഷ്ടിച്ചത്. ആദം നബീനെ സൃഷ്ടിച്ചതിന് മുമ്പ് ഈ ഭൂമി സൃഷ്ടിച്ചു. ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചു. ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബീനെ സൃഷ്ടിച്ചു. മുഹമ്മദ് നബിയുടെ രൂപമില്ലാത്ത ഇതിനെ സൃഷ്ടിച്ചു. അതിന് സൃഷ്ടിച്ചതിന് ശേഷം ആ മുഹമ്മദ് നബിയിൽ നിന്നാണ് ഇതെല്ലാം എടുത്ത് അതിന്റെ ഇതെടുത്തിട്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളെയും സൃഷ്ടിച്ചത്. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിന് ആണ് ഉടമസ്ഥൻ. ഈ ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്ന് ചോദിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ചു. ഇപ്പൊ അവിടെ രൂപമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ച സമയത്ത് മനുഷ്യരോട് ചോദിച്ചു, നിങ്ങളുടെ ദൈവം ആരാണ്? അപ്പൊ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അത് മനുഷ്യന്റെ ദൈവം അള്ളാഹു ആണ്. അത് എഴുതി ഒപ്പിട്ട് മെൽത്തന്നോ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ആ ഒപ്പിട്ട് കൊടുത്ത രേഖ ഒരു കല്ലിൽ അടക്കം ചെയ്ത് അത് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ആ കല്ലാണ് അജറുൽ അസ്വദിൽ ഇരിക്കുന്ന കല്ല്. ഈ കല്ലിലെ എല്ലാവരുടെയും രേഖ, നിങ്ങളുടെ എൻ്റെ എല്ലാവരും സമ്മതിച്ച രേഖ അവിടെ ഉണ്ട്. അള്ളാഹു ആണ് ദൈവം എന്ന് സമ്മതിച്ച രേഖ അവിടെ ഉണ്ട്. ഈ രേഖ അവിടെ ഇരിക്കാതെ അള്ളാഹു പിന്നെ അതവിടെ വച്ചേർന്നു. അതിനു മുമ്പ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഈ ആദം നബിയെ സൃഷ്ടിക്കുന്ന സമയത്തിന് മുമ്പ് അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അവിടെ അള്ളാഹുവിന് തന്നെ തോന്നി, അള്ളാഹുവിന്റെ ആ സാമ്പത്തിക ശേഷിയുടെ വലിപ്പം ജനങ്ങളെ ഒന്ന് അറിയിക്കണം, ആരെങ്കിലെയൊക്കെ അറിയിക്കണം എന്ന് തോന്നിയപ്പോൾ ജനങ്ങളെ സൃഷ്ടിക്കാം എന്നൊക്കെ തീരുമാനം എടുത്ത സമയത്താണ് ഇവർക്ക് അള്ളാഹുവിന് ഇങ്ങനെ ആദമിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഭൂമി അപ്പോഴേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് അള്ളാഹു കുൻ ഫയകൂൻ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അള്ളാഹു അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി അവിടെ ആദമിന് ഉണ്ടാവുകയാണ്. ആദമ് കുറച്ചു നാള് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദമിനൊരു കൂട്ടായിട്ട് ഹവ്വേനെ വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സ്ത്രീയെ വേണമെന്ന് പറഞ്ഞപ്പോ ഹവ്വേനെ സൃഷ്ടിച്ചു കൊടുത്തു. അതും ആദമിന്റെ വാര്യല് മാത്രം എടുത്തിട്ട്. അപ്പൊ അവിടെ അള്ളാഹു അവിടെ ആദ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉമ്മാനെ വാപ്പാനെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒന്നും ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിച്ചെടുത്തത്. രണ്ടാമത്തെ സൃഷ്ടിക്കുന്ന മാതാവിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
അത് വാരിയലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ 2 തരം സൃഷ്ടിപ്പായി. ഈ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഇവരോട് പറഞ്ഞു, എന്റെ ബെഡ്റൂം അവിടെ ഉണ്ട്, അതാണ് സ്വർഗം, നിങ്ങൾ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞു. അതിന്റെ ഇടക്ക് ഈ അള്ളാഹുവിന്റെ ഫാക്ടറിയിലെ പണിക്കാരനായിരുന്നു ഇബിലീസ് എന്ന് പറഞ്ഞ ഒരാള്. ഈ ഇബിലീസ് എന്ന് പറഞ്ഞ ഒരാള് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അതിന്റെ ഇടക്ക് ഈ അള്ളാഹുവിന്റെ സൂപ്പർവൈസർഷിപ്പ് ആരെ ഏറ്റെടുക്കും എന്ന് ചോദിച്ചപ്പോ മലക്കുകളോട് മലകളോടും വണ്ടുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അത് മനുഷ്യൻ ഏറ്റെടുക്കാണ്. അത് മനുഷ്യൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് അപ്പൊ മലക്കുകളൊക്കെ ആ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ സമയത്ത് ഇബിലീസ് ഒഴിച്ച് ബാക്കി എല്ലാവരും സുജൂദ് ചെയ്തില്ല. ഇബിലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. ഈ ഇബിലീസ് സുജൂദ് ചെയ്യാതെ ഇരുന്ന കാരണം അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടപ്പെടാതെ വന്ന സമയത്ത് എന്ത് ചെയ്തു? അള്ളാഹ് ചോദിച്ചു, നീ എന്നെ ഫാക്ടറിയിൽ പണിക്ക് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ പണിയല്ല നീ ചെയ്യേണ്ട പണിയുള്ളൂ, എന്നിട്ട് എന്തിനാ നീ ആവശ്യമില്ലാത്ത പണിക്ക് പോയെ? ഞാൻ പറഞ്ഞ് കേൾക്കാഞ്ഞ എന്താന്ന് ചോദിച്ചു. അപ്പൊ ആ ഇബിലീസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, ഞാൻ കേൾക്കാതെ ഇരുന്നതിനൊരു കാരണമുണ്ട്. അവനെ സൃഷ്ടിച്ചത് വെറും മണ്ണീന്നാണ്, എന്നെ സൃഷ്ടിച്ചത് തീന്നാണ്. അപ്പൊ ഞാന് അവനേലും വലിയവൻ ഞാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അപ്പൊ അള്ളാഹ് ചോദിച്ചു, നിങ്ങൾക്കൊരു പണി ചെയ്യാറുന്നില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഓണർ, ഞാനല്ലേ ഓണർ, ഞാൻ പറഞ്ഞത് കേട്ടാ പോരെ എന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് അവന്റെ മുമ്പിൽ താഴാൻ ഞാൻ റെഡിയല്ല. അഹംഭാവം എന്ന രോഗം എന്നിൽ വെടിവെട്ടാറുണ്ട്. ഞാൻ അവന്റെ മുമ്പിൽ താഴില്ല, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല. പക്ഷെ അള്ളാഹ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അള്ളാഹ് പറഞ്ഞു, നിന്നെ ഇന്ന് പണിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ പണിന്ന് മുതലാളി പിരിച്ചുവിട്ട ഒരു രക്ഷയില്ലല്ലോ, പിന്നെ പണിന്ന് പോവാന്നുള്ളതാണ് മാത്രമാണ് പണിയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ പണി ഇട്ടുകൊണ്ട് പോണ വഴിക്ക് തിരിച്ചു പോയപ്പോ ഇബ്ലീസ് ചിന്തിച്ചു, എനിക്ക് ഈ പണിയല്ലാതെ വേറൊരു പണി അറിയാൻ പാടില്ല, ഞാൻ എവിടെ പോയി ജീവിക്കും. അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. അള്ളാഹു, നീ എന്നെ പണിയിൽ നിന്ന് തിരിച്ചു വിട്ടു, ശരിയാണ്, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കിയാമത്ത് നാൾ വരെ നീ തന്നേക്കണ എന്റെ ഫാക്ടറിയിലെ സേഫ്റ്റി ഷൂ പോലെയുള്ള ഉപകരണങ്ങൾ തിരിച്ചു വാങ്ങിക്കരുത്. വാഹനങ്ങൾ, സേഫ്റ്റി ഷൂ, അങ്ങനെ എക്യുപ്മെന്റ്സുകളൊക്കെ തന്നിട്ടുണ്ട്, അതൊന്നും തിരിച്ചു മേടിക്കരുത്, എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അള്ളാഹ് പറഞ്ഞു, നീ അന്ന് അതും എടുത്തോ, കൊണ്ടുപോ, ഇട്ടുപോ, ഇവിടുന്ന് ഒഴിവാകുമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുടുത്ത് വെല്ലുവിളിച്ചിട്ട് ചോദിച്ചു, എന്നെ ഈ ജോലി കളയാൻ കാരണക്കാരനായ മനുഷ്യനെ ഞാൻ ജീവിതകാലം മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, അവരെ മുഴുവൻ അള്ളാഹുവിന്റെ എതിരെ നിന്റെ ഇഷ്ടത്തിന് പാത്രമാവാത്ത രീതിയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, അവർക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കാല് അപ്പോഴും അള്ളാഹ് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റണത് പോലെയൊക്കെ നീ ചെയ്യ്, എനിക്ക് നീ വഴിപിടപ്പിച്ച ആളുകള് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എനിക്ക് മതി, വേറെ ആൾക്കാരൊന്നും എനിക്ക് വേണ്ട, അതും കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൾക്കാരെ എനിക്ക് മതി. അങ്ങനെ ഇരിക്കാല് ഇബ്ലീസിന് സ്വർഗത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാം, പക്ഷെ അവർക്ക് സ്വർഗത്തിന്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റുമെന്നില്ല. അവര് ആ സമയത്ത് ഇബ്ലീസും ആദം നബിയും ഹൗവയും മാത്രമാണ് ആ പരിസരത്തുള്ളൂ. അപ്പൊ ഇബ്ലീസിന് ഒരു പണിയില്ലാണ്ട് ചുറ്റിക്കറങ്ങി നടക്കാണ്. ആ സമയത്ത് ആദം ഇല്ലാത്ത ഒരു ദിവസം ഹൗവേനെ പോയി ഇബ്ലീസ് കണ്ട് ചാക്കിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് എന്താ വിശേഷം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ ഹൗവ പറയും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇവിടെ ഇഷ്ടംപോലെ ശാപ്പാടുണ്ട്, ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞേക്കണം, ഒരു മരത്തിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കരുതെന്നാ പറയണേ. ആ മരം ഇന്ന് കഴിക്കണ്ട എന്നാ പറഞ്ഞേക്കണം, അത് മാത്രമേ ഞങ്ങൾക്കൊരു കുറവുള്ളൂ, ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഓക്കെയാണ്, ഇഷ്ടംപോലെ ഫുഡും ഉണ്ട്, ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിച്ചിരിക്കാതെ മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കാറ്. അപ്പോഴും പിറ്റേ ദിവസം കാണുമ്പോൾ ചോദിച്ചു, എന്താ വിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്ക് ആ സമയത്ത് നമുക്ക് കിളികൾക്ക് ലൈംഗികാവയവങ്ങളൊന്നും കാണൂലാത്ത രീതിയിൽ അള്ളാഹു അത് മറച്ചു വച്ചേക്കാറുണ്ട്. ഒരു അട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കിളികളൊന്നും വസ്ത്രം ധരിക്കുന്നില്ലല്ലോ, അതേപോലെ വസ്ത്രമൊന്നും ധരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കാതെ ഒരുപാട് വർഷങ്ങൾ, ദിവസങ്ങൾ ഇങ്ങനെ ചെന്ന് സംസാരിച്ച് ഹൗവ ബീവിയായിട്ട് കമ്പനി ആയിട്ട് ഇബ്ലീസ് എന്ത് ചെയ്തു, ഇവർക്ക് ആ മരത്തിലെ
ഭക്ഷണം ഒന്ന് കഴിച്ചുകൂടെ എന്നിങ്ങനെ ചെറിയൊരു ഹിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ അത് സമ്മതിച്ചുകൂടാ, അത് നമുക്ക് കഴിച്ചുകൂടാ, അവരിന്ന് മുതലാളി പറഞ്ഞേക്കണം അത് കഴിക്കരുതെന്നാ പറഞ്ഞേക്കണം. അത് കാരണം കൊണ്ട് അത് മുതലാളിക്ക് എതിരെ ചെയ്യുന്ന പണിയായി പോവും. അത് കാരണം കൊണ്ട് ഞങ്ങൾ അത് കഴിക്കാൻ റെഡിയല്ല. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കണ പണി മാത്രമാണ് ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കാതെ കുറേ പറഞ്ഞ് ഇബ്ലീസ് ഒരു ദിവസം അയാളെ കൊണ്ട് ചാടിച്ചു. ആ ഭക്ഷണം കഴിപ്പിച്ചു. അവള് പോയി അത് പറിച്ചു, പുഴുങ്ങി, പൂളി തിന്നു. തിന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഉണ്ട് ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്കും കെട്ടിയം വന്നപ്പോ അതിനും കൊടുത്തു ഒരു ഭക്ഷണം. അത് രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തിന്നു കഴിഞ്ഞപ്പോ കെട്ടിയോനിക്കാണെങ്കിൽ വയറ്റീന്ന് പോണ പോലെ വയറുവേദന അങ്ങോട്ട് തുടങ്ങി. വയറ്റി പിടിക്കൂല. അതുവരെ അവർക്ക് കാഷ്ടോ മൂത്രോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഫുഡ് അവിടെ അടിപൊളി ഫുഡ് ആയതുകൊണ്ട് അവിടെ ക്ലിയർ ചെയ്ത് പോവായിരുന്നു. ഈ ആവശ്യമില്ലാത്ത ഫുഡ് കഴിച്ചതോടുകൂടി വയറ്റി പിടിക്കാണ്ടായി. കെട്ടിയോക്ക് പറ്റിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഗുഹ്യസ്ഥാനത്തുനിന്ന് രക്തം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. അപ്പൊ അള്ളാ കണ്ടു, CCTV-യിൽ ഈ സംഭവമൊക്കെ കണ്ടു. അപ്പൊ അള്ളാ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത് തിന്ന? ഞാൻ പറഞ്ഞ പണി ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾ ഈ പറയാത്ത പണിക്ക് പോയെന്തിനാ? എന്റെ പടച്ചോനെ പറ്റിപ്പോയി, അത് ഇബ്ലീസ് തന്ന പണിയാണ്, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അത് കാരണം കൊണ്ട് ഞങ്ങക്ക് പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്ക് ഞങ്ങക്ക്. അപ്പൊ അള്ളാ പറഞ്ഞു, അയ്യോ ഇവിടെ തൂറാനൊക്കൂല, ഇവിടെ കക്കൂസ് ഇല്ല. എന്റെ കക്കൂസ് ഉള്ളത് ഇത് ബെഡ്റൂമാണ്. എന്റെ കക്കൂസ് ഉള്ളത് അങ്ങ് ഭൂമിയിലാണ്, അവിടെ പോണം തൂർന്ന്, ഇവിടെ രക്ഷയില്ല. അപ്പൊ 40 ദിവസം വയറുവേദനയായിട്ട് നടന്നു. ഒരു രക്ഷയില്ലാണ്ടായി. അള്ളാ അങ്ങോട്ട് തിരിയുമ്പോ അവിടെ മരതകം ഇരിക്കുകയാണ്, ഇപ്പറേട്ട് തിരിയുമ്പോ അവിടെ മാണിക്യം ഇരിക്കുകയാണ്, ഇപ്പറേട്ട് തിരിയുമ്പോ അവിടെ വൈദൂര്യം ഇരിക്കുകയാണ്. ഒരു സ്ഥലത്തും കക്കൂസെപ്പാൻ ഒരു രക്ഷയില്ല. അത്ര സെറ്റപ്പായിട്ട് അവിടെ കിടക്കണോടത്തിലേക്ക് ഈ ചെറിയ തീട്ട കൊണ്ടുപോയിട്ട് ചെല്ലാൻ പറ്റൂല. അപ്പൊ അള്ള പറഞ്ഞു, ഇവിടെ പറ്റൂല, ഇവിടെ സ്വർഗത്തില് തൂറലും പിടിക്കലും നടപടിയുള്ള കേസല്ല, എന്റെ കക്കൂസ് ഉണ്ട് അവിടെ, അവിടെ വേണേ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങടെങ്കിലും ഒന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി താട്ടെ എന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. അങ്ങനെ 40 ദിവസം, അതായത് 39 ദിവസം അള്ളാടെ പുറകെ നടന്നിട്ടും അള്ള സമ്മതിച്ചില്ല. അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ല, ഭൂമിയിലേക്കുള്ള ടിക്കറ്റ് കൊടുത്തില്ല. അത് കഴിഞ്ഞ് 40ാമത്തെ ദിവസം വീട്ടിൽ ചെന്നപ്പോ അള്ളാടെ വീട്ടിൽ ചെന്നപ്പോ അള്ളാടെ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള. അപ്പോഴാണ് ആദം നബി ആദ്യമായിട്ട് ആ വാക്ക് തന്നെ കാണുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലായി ആദം. മുഹമ്മദുർ റസൂലുള്ള എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. അപ്പൊ അള്ളഹാനോട് പറഞ്ഞു, ആ മുഹമ്മദ് റസൂലുള്ളാടെ പേര് പറഞ്ഞിട്ടെങ്കിലും എനിക്കൊന്ന് ആ ടിക്കറ്റ് ശരിയാക്കി താട്ടെ. അവനെ ഓർത്തിട്ടെങ്കിലും ആദമിനെ അപ്പൊ അറിയാം ഏതോ വലിയ സെറ്റപ്പ് ടീമാന്ന് മനസ്സിലായി. അവനെ വെച്ചിട്ടെങ്കിലും എനിക്ക് ആ ടിക്കറ്റ് ഒന്ന് ഓക്കെയാക്കി താട്ടെ എന്ന് പറഞ്ഞപ്പോ എന്നാ പോ. 40 ദിവസം കഴിഞ്ഞ് അള്ളാഹ് ഭൂമിയിലേക്ക് ഒരു പാരച്യൂട്ടും കൊടുത്ത് പറഞ്ഞു വിട്ടു. അവര് അന്ന് ഇറങ്ങണത് നമ്മുടെ അയോധ്യയുടെ അടുത്ത് മൗണ്ട് അബൂലാണ് വന്നിറങ്ങണത്. നമ്മുടെ ഹവ്വ ബീവി വന്നിറങ്ങണത് UP-യിലെ ഏതോ ഒരു സ്ഥലത്താണ്. എന്നിട്ട് ഈ അജറുൽ അസ്വദ് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. അത് വന്ന് ചാർന്നത് സൗദിയിലെ മക്കയിൽ വന്നാണ് ചാർന്നത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഈ ഹജറുൽ അസ്വദാണ് അടയാളം, ഈ ഹജറുൽ അസ്വദ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ വന്ന് ചേരാം, അവിടെയാണ് എനിക്ക് വേണ്ടി ആരാധിക്കാം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ വഴിമുറകളൊക്കെ ഞാൻ പറഞ്ഞു തരും, പല പ്രവാചകന്മാരെ ഞാൻ അയക്കും, അവർക്ക് വിധിവിലക്കുകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഈ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്ക് തന്നെ നിനക്ക് തിരിച്ചു വരാം. ഇതാണ് നിങ്ങളുടെ ആത്യന്തികമായ ഭവനം. നിങ്ങൾക്ക് 10, 70, 300, 400, 500 വർഷം നിങ്ങൾക്ക് അവിടെ ജീവിക്കാം. ആ ജീവിതത്തിൽ ഞാൻ ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോ വിധിവിലക്കുകൾ അയച്ചു തരും, അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിട്ടുതരും. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാം, സ്വർഗം കിട്ടും. അതാണ് അള്ള പറഞ്ഞു വിട്ടത്. അപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭൂമിയിൽ വന്നത്. ഭൂമിയിൽ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവിടെ വന്ന് ചാടിയത് മൗണ്ട് അബൂലും, ഇവര് വന്ന് ചാടിയത് ഇവിടെയാണ്, മറ്റേ നമ്മുടെ UP ഭാഗത്തെങ്ങാണ്ടാണ് ഇവർ വന്ന് ചാടിയത്. എന്നിട്ട് ഇവർ രണ്ടുപേരും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ലാസ്റ്റ് കണ്ടുമുട്ടിയത് മക്കയിൽ വെച്ചിട്ടാണ്. ഈ അജറുൽ അസ്വദാണ് അതിന് കാരണമായിട്ട് വെച്ചേർന്നത്. ഈ കാരണം വെച്ചേർന്ന അജറുൽ അസ്വദില് അന്ന് നല്ല തിളക്കായിരുന്നു അവർക്ക് കാണാൻ വേണ്ടിയിട്ട്.
ഈ ഇവർ കണ്ടുമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, അവിടെ വെച്ച് അവർ യോജിച്ചു. അവർ എന്നിട്ട് അവിടെ വെച്ച് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി എന്നിട്ട് ഇപ്പോഴും കഅബയായിട്ട് നിൽക്കുന്നു. ആ കല്ല് ഇപ്പോഴും അവിടെ ആ കല്ലായിട്ട് അവിടെ ഉണ്ട്. ആ കല്ല് ആണ് ഹജറുൽ അസ്വദ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു 10 മക്കളായിട്ട് ഉണ്ടായി. ഓരോ മക്കളിലും ജോഡി ജോഡിയായിട്ട് ഉണ്ടായത്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ പ്രസവത്തിൽ ഉണ്ടായതിനെ കെട്ടിച്ചു കൊടുക്കാണ്ട് രണ്ടുപേരെ മിക്സ് ചെയ്ത് കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കറുപ്പും വെളുപ്പും പിള്ളേരൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരുത്തൻ പറഞ്ഞു, എനിക്ക് വെളുത്ത പിള്ളേരെ തന്നെ മതി, എന്റെ കൂടെ തന്നെ പ്രസവിച്ചതന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ മനുഷ്യന്റെ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ആദ്യത്തെ മനുഷ്യന്റെ കൊലപാതകം അവിടെ നടക്കാണ്. പുള്ളി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മനുഷ്യന്റെ കൊലപാതകം അവിടെ നടക്കാണ്. ഈ കൊലപാതകം നടന്ന് അവർക്ക് മറവ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു ഈ മനുഷ്യന്മാർക്ക്. അങ്ങനെ കാക്കാനെ പറഞ്ഞു വിട്ട അള്ളാഹ് ഇങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ കാക്കയെ കാണിച്ചു കൊടുത്തതനുസരിച്ച് അവര് മറവ് ചെയ്തു. അപ്പോഴ ചേട്ടൻപുള്ളീനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്ക കാണിച്ചു കൊടുക്കേണ്ട വന്നു. കുഴി താത്തി മറവ് ചെയ്യണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നൂഹ് നബി വന്നു. നൂഹ് നബിയുടെ ഇടയിൽ ഹൂദ് നബി വന്നു. അങ്ങനെ ഒരുപാട് നബിമാർ വന്നു. ഇവരൊക്കെ വന്നത് ഈ അള്ളാഹുവിന്റെ ഏകത്വം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അവരും ഇസ്ലാമാണ്, ആദമും ഇസ്ലാമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് നബിമാർ, 1,24,500 ചില്ലാൻ നബിമാർ ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്നു ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഈ ഇവരുടെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അള്ളാഹു എന്ന ഏകൻ, ആ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനുള്ളൂ. അന്ന് റൂഹുൽ അർവാഹിൽ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ എഗ്രിമെന്റിന്റെ പൂർത്തീകരണമാണ് ഇതിന്റെ ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് മുഹമ്മദ് നബി മുതൽ അങ്ങേയറ്റം ആദം നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും വന്നത് ഈ വേണ്ടിയിട്ടാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രവാചകൻ വന്നതാണ് ഈസാ നബി. ഈസാ നബിക്ക് പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ മാതാവുണ്ട്, പിതാവില്ല. 4 തരം സൃഷ്ടിപ്പ് രീതിയാണ് ഈ അള്ളാഹ്ക്കുള്ളൂ. ഒന്നാമത്തെ സൃഷ്ടിപ്പ് രീതി എന്ന് പറയുന്നത് ആരുമില്ല, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പ് രീതി. ആ രീതിയാണ് ആദമിന്റെ രീതി. രണ്ടാമത്തെ രീതി മാതാവില്ല, പിതാവിനെ മാത്രം, ഒരു പുരുഷനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൃഷ്ടിപ്പ് രീതി. മൂന്നാമത്തെ ഒരു രീതിയാണ് മാതാവുണ്ട് പക്ഷെ പിതാവിനെ ഇല്ലാതെ, പിതാവിനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൃഷ്ടിപ്പ് രീതി. ഈ സൃഷ്ടിപ്പ് രീതിയിലുണ്ടായതാണ് ഈസാ നബി എന്ന് പറയുന്നത്. അവർക്ക് പിതാവില്ല. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പ്, 4 സൃഷ്ടിപ്പ് രീതികളിൽ ഒരു സൃഷ്ടിപ്പ് രീതി മാത്രമാണ് ഈ ഈസാ നബിയുടെ ഒരു ജനനം എന്ന് പറയുന്നത്. ഈസാ നബിയുടെ ജനനശേഷം ഒരു 10,500 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് നബി ജനിക്കുന്നത്. ഈ മുഹമ്മദ് നബിയോട് കൂടി ഈ പ്രവാചക പരമ്പര അവസാനിക്കുകയാണ്. പ്രവാചക പരമ്പര അവസാനിക്കുന്നതോടുകൂടി ഇനി ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകനായിട്ട് ഇവിടെ വരാനില്ല. ഈ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി. ഈ ഈസാ നബി എന്താണോ ഇവിടെ പറഞ്ഞത് അത് തന്നെയാണ് മുഹമ്മദ് നബി പറഞ്ഞത്. മുഹമ്മദ് നബിക്ക് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മൂസ പറഞ്ഞത്. മൂസാ നബി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഹാറൂൻ പറഞ്ഞത്. ഹാറൂൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യൂസഫ് പറഞ്ഞത്. യൂസഫ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യാക്കൂബ് പറഞ്ഞത്. യാക്കൂബ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ലൂത്ത് പറഞ്ഞത്, ഇബ്രാഹിം പറഞ്ഞത്. എല്ലാവരും 25 പ്രവാചകന്മാര് മുഹമ്മദ് നബി ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് 4 കിതാബുകളാണ് ഈ ഇത്രയും പ്രവാചകന്മാരുടെ ഇടയിലേക്ക് കൊടുത്തത്. ഒരു ഇഞ്ചീല് അത് ഈസാ നബിക്കാ കൊടുത്ത, ഒരു ഖുർആൻ അത് മുഹമ്മദ് നബിക്കാ കൊടുത്ത, ഒരു തൗറാത്ത് അത് മൂസാ നബിക്കാ കൊടുത്ത, ഒരു സബൂർ അത് പാട്ടുകാരനെ, എന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു പാട്ട് പറഞ്ഞ ഒരു പ്രവാചകൻ, ഒരു സംഗീതജ്ഞന, ആ പ്രവാചകനാണ് കൊടുത്തത്. സബൂർ ഒരു സംഗീത, ആ പ്രവാചകനാണ് കൊടുത്തത്. ഇതിലൊക്കെ ആശയം ഒന്നേ ഉള്ളൂ, അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ. അള്ളാഹു ആണ് ഈ ബിൽഡിങ്ങിന്റെ, ഈ കമ്പനിയുടെ, ഈ ലോകത്തിന്റെ ഓണർ. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുക,
അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക. അവർക്ക് അള്ളാഹുവിലേക്ക് എത്താൻ ഒരു അനുയായിയുടെ ആവശ്യമില്ല, ഒരു ഇടയാളന്റെ ആവശ്യമില്ല, ഒരാളുടെ ആവശ്യമില്ല. അള്ളാഹു നിന്റെ ചെരുപ്പിന്റെ അത്രേ അടുത്താണ് അള്ളാഹു ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിയാലും അതെല്ലാം അള്ളാഹു അറിയും. ഇനി വരാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് വരാനുള്ളത്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോണതും വരാനുള്ളതും എല്ലാം രേഖപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ഈ മരണശേഷം ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഈ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവൻ നല്ലത് ചെയ്തെങ്കിൽ ആ നന്മയ്ക്ക് സ്വർഗവും, തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് തിന്മയ്ക്ക് അനുസരിച്ചുള്ള നരകവും കിട്ടും. നരകം തന്നെ 8ഓളം തരം നരകങ്ങളുണ്ട്, സ്വർഗം തന്നെ 8ഓളം തരം സ്വർഗങ്ങളുണ്ട്. ഓരോ ആളുകൾക്കും അവരവർ ചെയ്തു വെച്ച ഉപകാരങ്ങൾ അനുസരിച്ച്, നന്മകളനുസരിച്ച് ആ രീതിയിലുള്ള സ്വർഗം അവർക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ 15 മിനിറ്റ് ആയോന്ന് എനിക്ക് അറിയില്ല, എത്ര മിനിറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ആരെങ്കിലും ഒന്ന് ഇടയിൽ പറയുകയാണെങ്കിൽ. ഇതാണ് മുഹമ്മദ് നബിയുടെ ഈ 10 മിനിറ്റ് ഇതുവരെയുള്ള കൂടെ ഉണ്ട്. മനുഷ്യ. ഇനി 10 മിനിറ്റ് ഉണ്ടോ? ഉണ്ട്. കണ്ടിന്യൂ. നല്ല രസമായിട്ട് വരണതേ ഉള്ളൂ. കണ്ടിന്യൂ. ഇതാണ് ഈ മനുഷ്യകുലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചരിത്രം. ഇതിനകത്ത് ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ലോകത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് 3 തരം സംഭവം കൊണ്ടാണ് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കോൺക്രീറ്റ്, കമ്പി, സിമെന്റ് 3 തരം ഐറ്റം കൂട്ടിയാണ് ബിൽഡിംഗ് പണിയണമെങ്കിൽ അള്ളാഹു ഖുർആൻ പണിതു തുടങ്ങുന്നത് ശാസ്ത്രം, നിയമം, പിന്നെന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഹിസ്റ്ററി. ഈ 3 കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് ഖുർആൻ എന്ന അതുല്യ പുസ്തകം ഉണ്ടാക്കി വെച്ചത്. ആർക്കും അതുപോലൊരു പുസ്തകം നിർമ്മിക്കാൻ സാധ്യമല്ല. അള്ളാഹു വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുപോവാ, ഒരു ലൈനെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ. ഇതുവരെയും ഒരു കുണ്ഠിതനും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഈ വെല്ലുവിളി ഖുർആന്റെ വെല്ലുവിളിയായിട്ട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ഖുർആനാണ് ലോകത്ത് ആർക്കും തിരുത്തി എഴുതാനോ ആർക്കൊണ്ടും സംരക്ഷിപ്പിക്കപ്പെടാതെ ഇരിക്കാനോ ഒന്നിനും പറ്റൂല. അത് അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുത്തതാണ്. അതിനു മാത്രം ഇതുമായിട്ട് പുസ്തകങ്ങളായിട്ടും ആപ്പുകളായിട്ടും ആർക്കും കൈകടത്താൻ പറ്റാത്തത്ര ആഴത്തിൽ അതിന്റെ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഖുർആനാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഓതുന്നത്, അതനുസരിച്ച് ജീവിക്കുന്നത്. അതിനകത്ത് 250ഓളം ചെയ്യണ്ടാത്ത കാര്യങ്ങളുണ്ട്. മനുഷ്യരോട് അള്ളാഹു പറഞ്ഞേക്കണ 250 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 250 കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യരോട് ചെയ്യരുതെന്ന് പറയുന്നത്. ഈ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് വ്യഭിചാരം വരുന്നുണ്ട്, അതിനകത്ത് കളവ് വരുന്നുണ്ട്, മറ്റു പെണ്ണുങ്ങളെ ആവശ്യമില്ലാത്ത രീതിയിൽ നുണ പറഞ്ഞുണ്ടാക്കി വ്യഭിചാരക്കുറ്റം പറഞ്ഞുണ്ടാക്കൽ വരുന്നുണ്ട്, പലിശ വരുന്നുണ്ട്, പലിശ വാങ്ങാൻ പാടില്ല. അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത 250ഓളം കാര്യങ്ങൾ അള്ളാഹ് വളരെ വ്യക്തമായിട്ട് നീ അത് ചെയ്തുകൂടാ. അതിന് ഖുർആൻ ആര് മൈക്ക് എടുത്താൽ താഴെ ഇടും. മൈക്ക് എടുത്താൽ താഴെ ഇടും. അല്ലല്ല, മൈക്ക് അപ്പോഴേ എടുത്താൽ താഴെ ഇടും. താഴെ ഇട്ടേക്ക്. അതാണ് ഹദീസ്. അതിനകത്ത് ഒരുപാട് കള്ളൻ ഹദീസുകളൊക്കെ കള്ളൻ ഹദീസ് വീരു കേൾക്കുന്നില്ല കേട്ടോ. വീരു പറയുന്നത് കേൾക്കുന്നില്ല. വീരു ഞാൻ ഇസ്ലാമിനൊന്നും ഒരു പറയുന്നത് വിഷയമല്ല. കേൾക്കുന്നുണ്ടോ? വീരു ഇടയ്ക്ക് കേൾക്കുന്നില്ലായിരുന്നു. ബോബി പാസ്റ്റർ മൈക്ക് എടുക്കരുത് കേട്ടോ. വീരു പറയുന്ന ഇടയ്ക്ക് കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ നിർത്തണോ? ഇടയ്ക്ക് ഇസ്ലാമിനെ ആർക്കും പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാം സമ്പൂർണമാണ്, ഇസ്ലാം കാലികമാണ്, ഇസ്ലാം നിയമയുക്തമാണ്, യുക്തിഭദ്രമാണ്. ഇസ്ലാമിലെ നേതാവ് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബിക്ക് ഒരു കുറ്റവുമില്ല. മുഹമ്മദ് നബി ആരും വ്യഭിചരിച്ചിട്ടില്ല, ഒരാളുടെ പോലും 1 രൂപ പോലും കട്ടെടുത്തിട്ടില്ല. നിങ്ങൾ എല്ലാ കഥകൾ അച്ഛൻ കുഞ്ഞു ബ്രദറൊക്കെ എന്തോരം നുണകളാ പറഞ്ഞുണ്ടാക്കിയേക്കുന്നത്. അച്ഛൻ പറയാണ് എൻ്റെ മുഹമ്മദ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാപ്പ ഇല്ലെന്ന് വരെ പറഞ്ഞുണ്ടാക്കി. ഇതൊന്നും ഒരു ഈമാനുള്ള ഹൃദയങ്ങൾക്ക് വേദനിക്കാതിരിക്കില്ല. ഇത് പറയുന്ന ആളുകൾക്ക് അവർക്ക് അള്ള കൊടുത്തോളൂ ശിക്ഷ. ഞങ്ങളൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഞങ്ങള് പാവങ്ങളാണ്. ഞങ്ങളെ ഈ ആവശ്യമില്ലാത്ത
തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞങ്ങളെ കളിയാക്കലൊന്നും ഇന്നത്തോടുകൂടി നിർത്തണമെന്ന് താഴ്ന്നു കേഴ്ന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം നിർത്താണ്. എൻ്റെ സമയമായോന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കിവിടെ സമയം നോക്കാൻ എനിക്ക് പറ്റണില്ല. ഇല്ല ഇല്ല, ഇനിയും ഒരു മതിയോ? 5 more minutes കൂടി ഉണ്ട്. 5 മിനിറ്റ് കൂടെ ആ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഇനി ഈ 730 ദിവസങ്ങളായിട്ട് മുഹമ്മദ് നബീനെ പറയാത്ത പഴക്കങ്ങളില്ല. എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. മുഹമ്മദ് നബി 6 വയസ്സിൽ പെണ്ണ് കെട്ടി. ആ, മുഹമ്മദ് നബി സഫിയാനെ കട്ടെടുത്തുകൊണ്ട് പോയി. അവര് കൊണ്ടുപോയി വിഷം കൊടുത്തു, എന്നിട്ട് മരിച്ചുപോയി. എന്തോരം നുണകള് അവര് വായും മനസ്സും അറിയാത്ത നുണകള് പറഞ്ഞുണ്ടാക്കി. എന്റെ പൊന്നോ, സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നുണകള്. ഞാൻ അതൊരു വലിയ നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞു ഭ്രാന്തെടുത്ത്. എന്തോരം നുണകളാണ് പറഞ്ഞുണ്ടാക്കി. 730 ദിവസവും ഞാൻ നിങ്ങളുടെ റൂമിൽ വരികയും നിങ്ങളുടെ റൂമിൽ സശ്രദ്ധം കേൾക്കുകയും ചെയ്തിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുമ്പോൾ അവരെ കളിയാക്കണേന്ന് ഓർക്കും. ഓരോ പണ്ഡിതന്മാരെന്ന് അവരവകാശപ്പെടുന്ന ഒരാൾ പോലും ഒരു നല്ല വാക്ക്, ഒരു നന്മ പറയണ്ടേ, അത് പറഞ്ഞില്ല. എല്ലാം തിന്മ. എന്തിനിങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിന്മ പറയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർത്തൂടെ? ഞങ്ങളെ തല്ലിക്കൊല്ലണോ? നിങ്ങൾ ആടിനെ കാണിച്ചിട്ട് പട്ടിയാക്കിയിട്ട് പട്ടീനെ കാണിച്ചിട്ട് പറയും ഇത് പേപ്പട്ടിയാണെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലാമെന്ന് വ്യാമോഹിച്ചു വന്നിരിക്കുന്ന ആളുകളാണെന്നാണ് എൻ്റെ വാദം. അത് നടക്കില്ല. ഞങ്ങൾ നല്ലവരാണ്. ഞങ്ങൾക്ക് ആരുടെയും പൈസ വേണ്ട. ഞങ്ങൾ ആരെയും പിടിച്ചു പറിക്കില്ല. ഞങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ തല്ലൂല. ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ വരില്ല. ഞങ്ങൾ വെറും പാവങ്ങളാണ്. വെറും പാവങ്ങൾ. ഞങ്ങളെ എന്നിട്ട് ഇല്ലാ കഥകൾ എന്തോരാളുകളെ പറയണേ. എന്തിനാണ് ഈ പറയണത്? ഞങ്ങൾ ഇങ്ങനെ ഒരു പാവപ്പെട്ട ജനതയായി പോയതുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ തല്ലിക്കൊല്ലാൻ നിൽക്കുന്നത്? ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് ചോദിക്കാം. ഞങ്ങളിവിടെ നിസ്കരിക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും വേദനയുണ്ടോ? ഞങ്ങളിവിടെ നോമ്പ് പിടിക്കുന്നുണ്ട്. ഞങ്ങൾ പട്ടിണി കിടക്കുന്നത് നിങ്ങൾക്ക് എന്താ? ഞങ്ങളിവിടെ സക്കാത്ത് കൊടുക്കണ്ട. ഞങ്ങളുടെ സമ്പത്തിന്റെ 2.5% ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി ആരെന്നും നോക്കാതെ വീടിന്റെ അടുത്ത് ആരാണോ പട്ടിണി കിടക്കണം അവനിക്ക് കൊടുക്കാനാ പറയണത്. അതുകൊണ്ട് ഇവിടെ ഈ ഇന്ത്യ മഹാരാഷ്ട്രത്തിന് എന്ത് കുഴപ്പം എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ചെയ്യണത് ഇവിടെ കുറച്ച് പണക്കാരുണ്ടായ ഒരു ഗോഷ്ഠി കാണിക്കേണ്ട. അത് അവരുടെ കുറ്റാണ്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അത് നിങ്ങൾക്ക് സഹിക്കാണ്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടായിട്ട് വന്നെങ്കിൽ അത് നമുക്ക് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഗോഷ്ഠി കാണിക്കണ്ടെങ്കിൽ അങ്ങനെ കാണിക്കണ്ടെങ്കിൽ പൊങ്ങച്ചം എന്തെങ്കിലും കാണിക്കണമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊങ്ങച്ചം കാണിക്കലൊന്നും ഇസ്ലാമിൽ ഇല്ല കേട്ടോ. അത് അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യണതാണ്. ഞങ്ങൾക്ക് കോടാനുകോടി ഉണ്ടെങ്കിലും വളരെ താഴ്മയോട് ജീവിക്കാനാണ് അള്ളാഹു ഞങ്ങളോട് പറഞ്ഞത്, റസൂല് ഞങ്ങളോട് പഠിപ്പിച്ചത്. ഇപ്പോ കടലോളം ഉണ്ടെങ്കിലും നമ്മൾ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടി വയ്ക്കാനാണ്, അടുത്ത തലമുറയ്ക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാളെ മരിക്കാൻ പോവാണെങ്കിലും ഇന്ന് പോയി മരം നടാൻ പറഞ്ഞ ഒരൊറ്റ പ്രവാചകൻ, ഒരു നല്ല മനുഷ്യൻ, അതായത് ഇന്ന് മരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ നടക്കുന്നത്. അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മരം നടാനാണ് പറഞ്ഞത്. നാളെ മരിക്കും, പക്ഷെ നാളെ ആ മരം കൊണ്ട് അവനോണ്ട് ഒരു പ്രയോജനം കിട്ടാൻ പോലില്ല. പക്ഷെ വരും തലമുറക്ക് അത് പ്രയോജനം കിട്ടും, സമൂഹത്തിന് അത് പ്രയോജനം കിട്ടും. അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പഴക്കം പറയാൻ വളരെ മോശമായി പോയി. 730 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചത് വളരെ വളരെ മോശമായി പോയി. നിങ്ങൾ ഇതിന് നിർവാധികം മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് നിർത്തലാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. വളരെ മോശമായി പോയി. ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ. നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ കൊണ്ടുള്ള പ്രശ്നം? ന്യൂക്ലിയർ ടൈം ആയില്ല. ആ പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്കത് തീർത്തു തരാം. പറഞ്ഞു തീർക്കാവുന്ന എത്രയോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് അവർ സമയമായിട്ടുണ്ട്, സമയം കഴിഞ്ഞു അതിലും ഓൾറെഡി. വലുതല്ലല്ലോ. നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്. നിങ്ങളുടെ മേത്തും ഞങ്ങളുടെ മേത്തും ചോരയാണ് ഓക്കെ വീരു, ആ കരഞ്ഞ് ചോര 5 മിനിറ്റ്, അവസാനത്തെ 5 മിനിറ്റ് കരഞ്ഞതിൽ കരയാൻ കൂടെ സമയം അല്ല, തന്നതിൽ ഒരു മിനിറ്റ് റെസിസ്റ്റർ 30 minutes കൊണ്ട് അല്ല 30 seconds കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ടൈം കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്യും. ഒരു 30 seconds കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. നിർത്തിക്കുക. അപ്പൊ നിങ്ങൾ ഇതോടുകൂടി ഇത് തീർക്കും, ഇത് നിർത്തും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഇനി വാരിയറിൻ്റെ പ്രസൻറ്റേഷനാണ് 30 മിനിറ്റ്സ്. വാരിയർ തുടങ്ങിക്കോ. റെസിസ്റ്റർ ടൈം ഒന്ന് നോട്ട് ചെയ്തോട്ടെ, ഞാൻ ഓക്കെ ഇച്ചിരി ഓക്കെ. ബിസി ആയിരിക്കും. ന്യൂക്ലിയർ ഒറ്റ കാര്യം, നമുക്ക് നിലവിലെ ഇൻവിറ്റേഷൻ വേറെ ആരും എടുക്കാത്ത രീതിയിൽ ഇല്ല ഒന്ന് ഇല്ല, സെറ്റ് ആ ചെയ്യണേ. റൂമിൽ ഒരു അല്ലല്ല, ചെറിയ പ്രോബ്ലം ഇൻവിറ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ അത് ഇടുന്നില്ല. മാറ്റിയിട്ടുണ്ട് ബോബ്ഷ. അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഒരു റിക്വസ്റ്റ്, ഇവിടെ ഇരിക്കുന്ന റെസിസ്റ്ററും ന്യൂക്ലിയറും അല്ലാത്ത ബാക്കി എല്ലാവരും ദയവായി താഴേക്കൊന്ന് മൂവ് ചെയ്യണം പ്ലീസ്. നമുക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, ആരെയും താഴേക്കാക്കാൻ പറ്റുന്നില്ലായിരുന്നു. റെസിസ്റ്റർ ന്യൂക്ലിയർ അല്ലാത്ത ബാക്കി എല്ലാവരും ദയവായി ഈ ഡിബേറ്റ് തീരുന്നവരെ താഴേക്കൊന്ന് മൂവ് ചെയ്യണം. മോഡറേറ്റേഴ്സ് ബാക്കി എല്ലാവരെയും ഒന്ന് താഴേക്ക് മൂവ് ചെയ്താൽ നന്നായിരിക്കും. സോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? യെസ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് ആരംഭിക്കുവാൻ താല്പര്യപ്പെടുന്നത് ഇങ്ങനെയാണ്. സംവാദ വിഷയം എന്താണ്? എൻ്റെ എതിർ സംവാദകനായ വീരു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളെല്ലാവരും കേട്ടിരുന്നു ഇത്രയും നേരം ഇവിടെ നടന്ന സംഭവ വികാസങ്ങളും കഥകളും കാര്യങ്ങളും എല്ലാം. എന്നാൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഉത്തമ മാതൃക ഇസ്ലാമിലോ ക്രൈസ്തവതയിലോ എന്നുള്ള വിഷയമാണ്. ഉത്തമ മാതൃക എന്നുള്ള വിഷയത്തിൽ സൃഷ്ടിവാദത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് എന്തൊക്കെയോ ചെയ്തു എന്നുള്ള കുറേ കാര്യങ്ങളാണ് എൻ്റെ എതിർ സംവാദകൻ പറഞ്ഞത്. എങ്കിലും ഞാൻ അതിലേക്ക് പോകാൻ താല്പര്യപ്പെടാതെ സ്ട്രൈറ്റ് അവേ വിഷയത്തിലേക്ക് വരാം. ഉത്തമ മാതൃക എവിടെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ വളരെ വ്യക്തമായി നിങ്ങൾക്കത് കാണുവാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ ഒന്നാമതായി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. തൻ്റെ ജനമാകുന്ന ഇസ്രായേലിയർ അവർ ആയിരുന്നതായ അവരുടെ അടിമത്വത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ച് ചെങ്കടലിൽ കൂടി കടത്തി മുന്നോട്ട് ദൈവം അവരെ നയിച്ചു കൊണ്ടിരുന്നതായ സമയം അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി അവർക്ക് മുന്നോട്ട് പോകുവാനായി ഒരു സെറ്റ് ഓഫ് നിയമങ്ങൾ ദൈവം നൽകി കൊടുക്കുന്ന കാര്യം നമുക്ക് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ കാണുവാൻ കഴിയുന്നതാണ്. അതിനു മുൻപും അവരെങ്ങനെ ജീവിക്കണമെന്നുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലായി കൃത്യമായി പറയുകയും അത് അവർക്ക് ധാർമ്മികമായ നിലയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ദൈവം ചെയ്യുന്ന പല സന്ദർഭങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ കാണുവാൻ കഴിയും. എന്നാൽ തൻ്റെ സ്വന്തം ജനത്തെ അവൻ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളത് താൻ നിലയിൽ കൽപ്പനകൾ നൽകുന്നത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. തൻ്റെ ജനത്തെ അജയമായി മരുഭൂമിയിലൂടെ അനേകം പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നടത്തിക്കൊണ്ടു വരുമ്പോൾ അവർക്ക് നൽകിക്കൊടുക്കുന്ന കൽപ്പനകളെക്കുറിച്ച് 10 കൽപ്പനകളെക്കുറിച്ച് ഞാനിനി വിശദമായി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായ നിലയിൽ തന്നെ ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്ക് മുൻപാകെ ഉണ്ടാകരുതെന്നും നിന്റെയും അമ്മയും നീ എന്നും അത് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നു. ഈ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം തന്നെ എടുത്താൽ വളരെ വ്യക്തമായി ഉത്തമമായ മാതൃക വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യം വ്യക്തമാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവം ഈ വചനങ്ങളെയൊക്കെയും അരുളി ചെയ്തു, അടിമവീടായ മിസ്രൈം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അടുത്തതായി, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ ഭജിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെ. അത് വളരെ വ്യക്തമായി തന്നെ അവിടെ ദൈവം കൽപ്പനകൾ കൊടുക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തതായി, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത് എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. 7-ാമത്തെ വാക്യം. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർത്തുകൊള്ളുക എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ 12-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ് ഇക്കാര്യം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്നും കോപ്പി അടിച്ചാണ് വേറെ പലരും മറ്റു പല കാര്യങ്ങൾ ഇവിടെ പറയുകയും അവിടെ നാണ്ട മാതൃക കിടക്കുന്നു, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, കാലിൻ്റെ അടിയിൽ സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പലരും പല കിഴവികൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. അടുത്തതായി 13-ാം വാക്യത്തിൽ വരുമ്പോൾ കൊല ചെയ്യരുത്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യഭിചാരം ചെയ്യരുത്. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മോഷ്ടിക്കരുത്. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കൂട്ടുകാരൻ
വാരിയർ മ്യൂട്ട് ആയതാണോ? കേൾക്കാമോ? ഓക്കെ, 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്. 17-ാമത്തെ വാക്യത്തിൽ കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയും അവൻ്റെ ദാസനെയും ദാസിയും അവൻ്റെ കാളകളെയും കഴുതുകളെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കുകയും അരുത് എന്നിങ്ങനെ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിക്കൊണ്ട് ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ സർവശക്തിയുള്ള ദൈവം യഹോവയായ ദൈവം വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിലൂടെ കൃത്യമായ നിലയിൽ തൻ്റെ ജനതയ്ക്ക് 10 കൽപ്പനകൾ നൽകിക്കൊണ്ട് ലോകത്തിന് ഉത്തമ മാതൃകയായിക്കൊണ്ട് ഒരു പുസ്തകം, വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ. അപ്പോൾ ഉത്തമ മാതൃക എവിടെയെന്ന് ചോദിച്ചാൽ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് കൽപ്പനകളാൽ തെളിയിക്കുവാൻ കഴിയും വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലാണ് ഉത്തമമായ മാതൃക ഉള്ളത് എന്നുള്ളത്. തുടർന്നുള്ള കാര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ പലരും ചെയ്തിട്ടുള്ള പലവിധമായ പ്രവൃത്തികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നല്ല ചെയ്തികളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അവർ ചെയ്തതായ മോശക്കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി വെച്ച ശേഷം പാപം ചെയ്ത ഒരുവനെ അല്ലെങ്കിൽ തെറ്റു ചെയ്ത ഒരുവനെ വെറുതെ വിട്ടയക്കുകയല്ല, അവനെ പരിപൂർണമായ നിലയിൽ അവൻ ചെയ്തതായ പാപത്തെക്കുറിച്ച് അവന് ബോധ്യം വരുത്തിക്കൊണ്ട് പാപത്തിനേറ്റതായ ശിക്ഷ നൽകിക്കൊണ്ട് ഏതൊരു മാനവരാശിയോടും ഇത് വായിക്കുന്നവനോടും നീ ഇന്ന പാപം ചെയ്താൽ കൃത്യമായ നിലയിൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം സാക്ഷാൽ നിന്നോട് അതിൻ്റെ കണക്ക് ചോദിക്കുമെന്നും നീ പാപം ചെയ്താൽ പാപത്തിൻ്റെ പരിണിത ഫലം നീ അനുഭവിക്കേണ്ടി വരുമെന്നും വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ വിളിച്ചു പറയുന്നു. ഇതിൽ 10 കൽപ്പനകൾ പറഞ്ഞപ്പോൾ അതിൽ അതിപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്. ഇങ്ങനെ ഒരു കൽപ്പന, വ്യഭിചാരം നിങ്ങൾ ചെയ്യരുത് എന്നൊരു കൃത്യമായ കൽപ്പന ഖുറാനിൽ എവിടെയെങ്കിലും എൻ്റെ എതിർ സംവാദകനായ വീരുവിനെ കാണിച്ചു തരാൻ കഴിയുമോ? ഇത്രയും സെറ്റ് ഓഫ് നിയമങ്ങൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? പാപത്തിൻ്റെ പരിണിത ഫലമായി ശിക്ഷ നൽകപ്പെട്ട, ദൈവം കോപിക്കുമെന്നും പാപം ചെയ്യരുത് എന്നുള്ള കാര്യം ഖുറാനിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഈ ഖുറാൻ എന്ന് പറയുന്നത് പലയിടത്തു നിന്നും കോപ്പിയടിക്കപ്പെട്ട പല കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് കിഴവിക്കഥകളും കേട്ടുകഥകളും, ഇപ്പോൾ കുറച്ചു മുൻപ് ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾ കേട്ടതുപോലെ മറ്റു പല കാര്യങ്ങളും കഥകളും ഇല്ലാത്തതുണ്ടാക്കിയും പല കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണെന്നും അത് തുമ്പും പാലും ഇല്ലാത്ത ഗ്രന്ഥമാണെന്നും പറയാൻ കാര്യം ഈ പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ അങ്ങനെയല്ല. അതേതൊരു മനുഷ്യനും വായിച്ചാൽ അവന് കൃത്യമായ നിലയിൽ അവനൊരു മാതൃക അല്ലെങ്കിൽ അവനൊരു ബോധ്യമുണ്ടാകും. മനുഷ്യൻ ഇനി പാപം ചെയ്താൽ ആ പാപത്തിന് അവനൊരു ശിക്ഷയുണ്ടെന്നും ആ പാപത്തിൻ്റെ ശിക്ഷ ആർക്കൊക്കെ ഏതൊക്കെ പാപങ്ങൾ ചെയ്തപ്പോൾ നൽകപ്പെട്ടിട്ടുണ്ടെന്നും പാപം ചെയ്താൽ ആ പാപത്തിന് ദൈവം വെറുതെ വിടുന്ന ദൈവമല്ല എന്നും അവന് കൃത്യമായ ശിക്ഷ നൽകി കൊടുക്കുമെന്നും അതുകൊണ്ട് തന്നെ മാനവരാശിയിലെ മനുഷ്യരെല്ലാം പാപത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഒരു സന്ദേശം വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ നൽകുന്നുണ്ട്. മാത്രമല്ല, എൻ്റെ എതിർ സംവാദകനായ വീരുവിനോട് എനിക്ക് ചോദിക്കുവാനുള്ള മറ്റൊരു ചോദ്യം ഇതാണ്, എന്താണ് പാപം എന്നതിനെക്കുറിച്ച് ഖുർആൻ നൽകുന്ന വിശദീകരണം? എന്താണ് പാപം? അങ്ങനെ ഒരു വിശദീകരണം എൻ്റെ എതിർ സംവാദകനായ വീരുവിന് ഖുറാനിൽ എവിടെ നിന്നെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? എന്താണ് പാപത്തിൻ്റെ പരിണിത ഫലമായ ശിക്ഷ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം എന്താണ് എന്ന് ഖുറാനിൽ നിന്ന് എവിടെയെങ്കിലും വീരുവിന് കൃത്യമായ നിലയിൽ അടിവരയിട്ട് തെളിയിച്ചു തരാൻ കഴിയുമോ? എങ്ങനെയാണ് ഒരുവൻ അവൻ്റെ പാപത്തിൽ നിന്നും മോചിതരാകാൻ കഴിയുന്നത് എന്നുള്ള കാര്യം വീരുവിന് കൃത്യമായി തെളിയിച്ചു തരാൻ കഴിയുമോ? വെറുതെ എന്തെങ്കിലും ആകാശത്തേക്ക് വെടിവെച്ചിട്ട് പോകുന്നത് പോലെ പറഞ്ഞിട്ട് പോവുകയല്ല, അതിന് കൃത്യമായ തെളിവുകൾ വെച്ച് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ പ്രസന്റേഷനിൽ പോലും ഒരു തെളിവുകളും പറഞ്ഞത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ഞാനും കേട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതെല്ലാം റിബട്ടലിൽ ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നതിന് മുൻപായി ഉത്തമമായ മാതൃക ബൈബിളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉത്തമമായ ഒരു മാതൃകാ പുരുഷനെ കൂടെ ഞാൻ നിങ്ങൾക്ക് മുൻപായി കാണിച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ
രണ്ടാമത്തെ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്ന മാതൃക പുരുഷൻ അല്ലെങ്കിൽ യുഗപുരുഷൻ പാപമേ അറിഞ്ഞിട്ടില്ലാത്ത മനുഷ്യനാണ്. തുടർന്ന് മറ്റൊരു ഭാഗത്ത് നാം വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഇൻ ഹിം ദർ ഇസ് നോ ഡാർക്ക്നെസ് അറ്റ് ഓൾ എന്നാണ് നാം കാണുന്നത്. അവനിൽ ഇരുട്ട് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ അവൻ ആരായിരുന്നു എന്ന് നാം വായിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 2-ാം വാക്യം അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. 3-ാം വാക്യം സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. 4-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി ിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വളരെ വ്യക്തമായി തന്നെ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ യേശുക്രിസ്തുവാണ് ലോകത്തിന് വെളിച്ചമെന്നും ആ വെളിച്ചമാകുന്ന യേശുക്രിസ്തുവിനെ പിടിച്ചടക്കുവാൻ ഇരുൾ എത്ര ശ്രമിച്ചാലും അത് നടക്കുകയില്ല എന്നും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മാത്രമല്ല അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏതു മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവിടെ കാണുവാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ായിരിക്കുന്നവൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മുഹമ്മദിനെ കുറിച്ച്, നിങ്ങൾക്ക് ഉത്തമ മാതൃക ഇവനിലുണ്ട് എന്ന് പറയപ്പെടുന്ന മുഹമ്മദിനെ കുറിച്ച് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഖുറാനിൽ കാണിച്ചു തരുവാൻ കഴിയുമോ? അവൻ മാനവരാശിക്കെല്ലാം കൃത്യമായ പ്രകാശം നൽകുന്നവനാണ്. മുഹമ്മദിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വന്നെത്തുമെന്നോ നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റപ്പെടുമെന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഖുറാനിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ മിസ്റ്റർ വീരു? പക്ഷെ വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അവൻ പാപം അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ പാപം അറിയാത്തവൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ പാപം ചെയ്തതുമില്ല, അവന്റെ വായിൽ വഞ്ചനയുമില്ല. അവൻ പാപം ചെയ്യുകയില്ല, അവൻ്റെ വായിൽ വഞ്ചനയില്ല എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പറയുന്ന കാര്യമാണ്. മാത്രമല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിനയം, സ്നേഹം, ദയ എന്നിവ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഉത്തമ മാതൃകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, നിങ്ങളിൽ ക്രിസ്തു യേശുവിലുള്ള മനോഭാവം ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിലുള്ള അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു മുസൽമാനോട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിലുള്ള അതേ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന് മുഹമ്മദിനെ അനുകരിക്കുവാൻ കഴിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് മുഹമ്മദിലുണ്ടായിരുന്ന ഭാവം ഉണ്ടായിരിക്കുവാൻ കഴിയുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ അന്തി ഉറങ്ങുക ജയിലിലും മറ്റ് സ്ഥലങ്ങളിലുമായിരിക്കും. ജയിലിലും അതുപോലെ തന്നെ തടവറകളിലുമായിരിക്കും അവന് പിന്നെ ശാശ്വതമായ വിശ്രമം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, ക്രിസ്തു യേശുവിൻ്റെ അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നെഞ്ചു വിരിച്ചു വീരു, ഞങ്ങൾക്ക് പറയുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തുവിൽ ഉത്തമ മാതൃകയുണ്ട്. അത് ഈ ലോകത്തിൽ വേറെ ഒരു മനുഷ്യനുമില്ല. ലോകത്തിൽ ഏറ്റവും അധപ്പതിച്ച നിലയിൽ, ഏറ്റവും മ്ലേച്ഛകരമായ നിലയിൽ, ഏറ്റവും നിഷ്ഠൂരമായ ക്രൂരതകൾ നിറഞ്ഞ ജീവിതം നയിച്ച, മ്ലേച്ഛമായ ജീവിതം നയിച്ച മുഹമ്മദിനെ ഉത്തമ പുരുഷനെന്ന് ഖുറാനിൽ പറയുമ്പോൾ തൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരിടത്തു പോലും മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരു മാതൃകയുള്ളതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. 5 വയസ്സും 8 മാസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പൈതലിനെ നിക്കാഹ് ചെയ്തുകൊണ്ട് 9-ാം വയസ്സിലാണ് കുടുംബം കൂടിയതെന്ന് പറയുമ്പോൾ അതിനിടയിൽ നടന്നതായ ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി, അതെത്ര മ്ലേച്ഛമായിരുന്നു, എത്ര അധപ്പതിച്ചതായിരുന്നു എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വീര് മുന്നോട്ട് വെച്ചില്ലെങ്കിലും, ആ വാദത്തിന് മറുപടി നൽകിയില്ലെങ്കിലും കേൾവിക്കാരായവർക്ക് കൃത്യമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നതാണ്. അത് ഏറ്റവും വൃത്തിഹീനമായ കാര്യമായിരുന്നു. എൻ്റെ സമയം ഒന്ന് പോസ് ചെയ്യണം, എൻ്റെ എതിർ സംവാദകൻ ഇവിടെ ഇല്ല. യെസ്, ഇനിയും 16 മിനിറ്റ്സും കൂടെ ഉണ്ടായിരുന്നു. ബട്ട് യാ
ഞാൻ കുറച്ച് സമയം കൂടെ വീരുവിനായി കാത്തിരിക്കുകയാണ്. കൂടിപ്പോയാൽ ഒരു 5 മിനിറ്റ് മേ ബി എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ ആയിരിക്കാം. അദ്ദേഹത്തിൻ്റെ റിബട്ടലുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം 5 minutes കണ്ടിന്യൂ wait ചെയ്യാം. ചെയ്യുന്നതിനൊന്ന് ഹോൾഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ന്യൂക്ലിയർ എന്തോ പറയാൻ വന്നായിരുന്നു. ഇവിടെ തിരികെ എത്തിയിട്ടുണ്ട്. ഓക്കെ, വാരിയർ യു ഹാവ് അനദർ 16 more minutes to go. എനിക്ക് വീട്ടിൽ ഇത്തിരി പണിയുണ്ടേ. നിങ്ങളുടെ ഈ തള്ള കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പൊ പോവാ. ഞങ്ങൾ എല്ലാരും കേട്ടോണ്ടിരുന്നതോ വീരു? ഇത് എന്താണ്? താങ്കൾക്ക് ഒരു അല്പം പോലും മാന്യതയില്ല. എവിടെ ഇരിക്കൂ? അപ്പോൾ അദ്ദേഹം മുങ്ങിയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് പറയാമല്ലോ അല്ലേ? കണ്ടിന്യൂ ചെയ്തു. പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തു വാര്യബ്രോ. അത് ഫിക്സ് ചെയ്യാം. പുള്ളി വരാതിരിക്കുക നമ്മുടെ വിഷയമാണ്. പുള്ളി പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്തോ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എൻ്റെ സമയം ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തോളൂ. സോറി, സമയം കണ്ടിന്യൂ ചെയ്തോളൂ, റെസ്യൂം ചെയ്തോളൂ. അപ്പോൾ നിങ്ങളിവിടെ കണ്ട കാര്യമാണ്. ഇസ്ലാം വിഷയത്തിലേക്ക് ഒന്ന് കടന്നതേ ഉള്ളൂ. ആ സമയം തന്നെ ഇവിടെ നിന്ന് വീരു കണ്ടം വഴി ഓടുകയാണ് ഇടയായി തീർന്നത്. അപ്പോൾ തള്ളു കേൾക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് വെച്ചിട്ട് പോയ സ്റ്റേറ്റ്മെൻറ്റ്. ഇസ്ലാമിലേക്കൊന്നും കയറിയില്ല, അതിനു മുൻപ് അദ്ദേഹം ഓടി. പക്ഷേ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമായി തെളിവുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് യേശു ക്രിസ്തുവാണ് ലോകത്തിന് ഉത്തമ മാതൃകയെന്നും ലോകത്തിന് മാതൃകയായി നൽകപ്പെട്ടിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരു 1000 പ്രാവശ്യം അടിവരയിട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യമാണ്. അതിവിടെ കേൾവിക്കാർക്കും വ്യക്തമായ കാര്യമാണ്. ഇനി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം, ലോകത്ത് ഏറ്റവും അധപ്പതിച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ, മുതുപാപിയായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് മുഹമ്മദാണ് എന്നുള്ളത് ഞങ്ങളാരും എഴുതി വെച്ച ഗ്രന്ഥമല്ല, ക്രൈസ്തവർ എഴുതി വെച്ചതായ ഗ്രന്ഥങ്ങളല്ല, ഹിന്ദുക്കൾ എഴുതി വെച്ച ഗ്രന്ഥമല്ല. ഇസ്ലാമികരായിട്ടുള്ള മുഹമ്മദിൻ്റെ സഹാബാക്കളും അവർ മുഹമ്മദിൽ നിന്ന് കേൾക്കുകയും അവർ മുഹമ്മദിൽ നിന്ന് പഠിക്കുകയും അവർ മുഹമ്മദിൽ നിന്ന് കാണുകയും ചെയ്തതായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ശ്രീ MM അക്ബർ എന്ന് പറയുന്ന ഇസ്ലാമിക ദാവ പണ്ഡിതനെ കോട്ട് ചെയ്ത് പറഞ്ഞാൽ, മുഹമ്മദ് കാണിച്ചു കൊടുക്കുകയും മുഹമ്മദ് പറഞ്ഞു കൊടുക്കുകയും മുഹമ്മദ് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്തതായ ഈ 3 കാര്യങ്ങളാണ് ഒരു ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹദീസുകളിൽ വളരെ വ്യക്തമായി മുഹമ്മദ് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ സകല മ്ലേച്ഛതകളും എഴുതി വെച്ചിരിക്കുമ്പോൾ വീരുവിനെ പോലെയുള്ളവർ വന്നിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ അച്ഛൻ കുഞ്ഞിൻ്റെ റൂമും മറ്റു റൂമുകളും ഇട്ടുകൊണ്ട് നിങ്ങൾ ഇത്രയും മോശമായ കാര്യങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല സുഹൃത്തെ, ഞങ്ങൾ പറയുന്നതല്ല സുഹൃത്തുക്കളെ. ഇസ്ലാമിക ഗ്രന്ഥമായ ഹദീസുകളും സീറത്തുകളും വിളിച്ചു പറയുന്ന കാര്യമാണ്. ഒരു ഉദാഹരണം നിങ്ങൾ കേട്ടോളൂ. സഹീഹ് അൽ ബുഖാരി വോളിയം നമ്പർ 4 ബുക്ക് നമ്പർ 52 ഹദീസ് നമ്പർ 261 തെളിവ് ആവർത്തിക്കുന്നു. സഹീഹ് അൽ ബുഖാരി, കാരണം ഇവർ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ സ്വഹീഹ് അല്ലാത്ത ഹദീസുകൾ കൊണ്ടുവന്നു. ആരാണ് സുഹൃത്തെ സ്വഹീഹ് എന്നും അല്ലാത്തതും എന്നൊക്കെ തീരുമാനിച്ചത്? ഇവിടെ ദായിഫ് എന്നും ഹസൻ എന്നും ഒക്കെ തീരുമാനിച്ച് മുഹമ്മദ് കാണിച്ചു കൊടുത്തതും പ്രവർത്തിച്ചു കാണിച്ചതും അതുപോലെ പറഞ്ഞു കൊടുത്തതും ഹദീസാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിൽ നിന്ന് ഇന്നാരും ഒക്കെ കേട്ടു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി സനദുകളുള്ള രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ എടുത്തു മാറ്റി അതിലെ ഹദീസുകൾ മാറ്റിമറിച്ചുകൊണ്ട് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാറ്റി എഴുതാൻ നിങ്ങളെ ആരാണ് ചുമതലപ്പെടുത്തിയത്? മാത്രമല്ല, അപ്പോൾ നിങ്ങൾ കേട്ടുള്ളൂ സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. സ്വഹീഹ് അൽ ബുഖാരി വോളിയം നമ്പർ 4 ബുക്ക് നമ്പർ 52 ഹദീസ് നമ്പർ 261. അനസ് ഇബ്നു മാലിക്കിന്റെ നിവേദനമാണ്. 8 പുരുഷന്മാർ ഉഖിൽ ഗോത്രത്തിൽ നിന്നുള്ളവർ മുഹമ്മദിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവർ മക്കയിലെ കാലാവസ്ഥ അവർക്ക് അനുയോജ്യമല്ലായിരുന്നതിനാൽ അവർ അവിടെ രോഗികളായി തീർന്നു. അതുകൊണ്ട് മുഹമ്മദിന്റെ അടുക്കൽ കടന്നു വന്നവർ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, ഞങ്ങൾക്ക് അല്പം പാലു നൽകണം. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈ ഒട്ടക കൂട്ടത്തിലേക്ക് ചേരുക. അവരെ വെറും ഒട്ടകങ്ങളായിട്ടാണ് അവിടെ പരിഗണിച്ചത്. ഈ ഒട്ടകക്കൂട്ടത്തിലേക്ക് അല്പം പാല് ചോദിച്ചു വന്നവനെ, സമ്പത്തും സമൃദ്ധിയുമുള്ള ഒരുവനെ കണ്ടപ്പോൾ ഒരല്പം പാല് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അരികിലേക്ക് കടന്നു വന്നവനെ വെറും ഒട്ടകങ്ങളായി കണക്കാക്കിക്കൊണ്ട് ഒട്ടകങ്ങൾ കിടന്നുറങ്ങുന്ന ഒട്ടകങ്ങൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ കൂടുകളിലേക്ക് ആരെ കടത്തിവിടുന്നു? മനുഷ്യരെ വെറും ഒട്ടകങ്ങളായി കണക്കാക്കി കടത്തിവിടുന്നവനാണോ ലോകത്തിൻ്റെ ഉത്തമ മാതൃക? അടുത്തത് നിങ്ങൾ കേട്ടോ, അവിടെ കൊണ്ട് തീർന്നില്ല.
അവർ അങ്ങനെ ആ ഒട്ടകക്കൂട്ടങ്ങളിലേക്ക് ചേർന്ന് അവിടെ ഒട്ടകങ്ങളുടെ മൂത്രവും അതിൻ്റെ പാലും കുടിച്ചു. ഈ ഒട്ടകമൂത്രം കുടിപ്പിക്കുന്നതാണോ ലോകത്തിന് മുൻപായി വെക്കുന്ന ഉത്തമ മാതൃക? അവർ അവിടുന്ന് ആരോഗ്യം പ്രാപിക്കുന്നത് വരെ അവരവിടെ തുടർന്നു. പിന്നെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അവരവിടെ നിന്നും ഓടിപ്പോയപ്പോൾ മുഹമ്മദിൻ്റെ അടുക്കിലേക്ക് ഒരാൾ സഹായത്തിനായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവരോടിപ്പോയി എന്ന് പറയുകയും മുഹമ്മദ് ആളുകളെ അവരെ പിന്തുടരുവാൻ വിട്ട് ആ സൂര്യൻ അവർക്ക് നേരെ ഉച്ചയ്ക്ക് മീതെ ഉദിക്കുന്നതിന് മുൻപായി അവരെ കൊണ്ടുവരികയും അവരുടെ കൈകാലുകൾ അവൻ ഛേദിച്ചു കളയുകയും അവരുടെ നഖങ്ങളെല്ലാം പഴുപ്പിക്കുവാനായി കൽപ്പിക്കപ്പെടുകയും ആ ആണികൾ പഴുപ്പിക്കുവാനായി കൽപ്പിക്കപ്പെടുകയും അതുരുക്കി അവരുടെ കണ്ണുകളിൽ ഒഴിക്കുകയും അവരെ ഹറ എന്ന് പറയുന്ന, അതായത് മദീനയിലെ പർവ്വത സമാനമായ ആ നിലത്തുകൊണ്ടിടുകയും അവർ വെള്ളത്തിനായി കാംക്ഷിച്ചിരുന്നപ്പോൾ ഇവർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തേക്കരുതെന്ന് കൽപ്പിച്ചിട്ട് ഒരിറ്റ് ദാഹജലത്തിനായി ആ വരളുന്ന തൊണ്ടയും കൊണ്ട്, വരളുന്ന നാവുകൾ കൊണ്ട് അവർ നിലവിളിക്കുമ്പോൾ ഒരല്പം ദാഹജലത്തിനായി ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ പാറകളിൽ അവർ പെട്ടിരുന്നപ്പോൾ ഇവർക്ക് ഒരു തുള്ളി ദാഹജലം പോലും ആരും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഒരിറ്റ് വെള്ളം കൊടുക്കാതെ കൊന്നവനാണോ ലോകത്തിന് ഉത്തമ മാതൃക? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ലോകത്തിൻ്റെ മാതൃക എന്ന് പറയുന്നവനാണ്. ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല മുഫാഖത്ത എന്ന് പറയുന്ന അത്രയും വലിയ മ്ലേച്ഛത 5 വയസ്സും 8 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനോട് ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിനത് തയ്യിങ് എന്ന് പറയും, മലയാളത്തിൽ പറയാൻ തൽക്കാലം എനിക്ക് അറപ്പുണ്ട്. എൻ്റെ മാതാവടക്കം ഇരിക്കുന്ന വേദിയാണ്, എൻ്റെ സഹോദരന്മാരടക്കം ഇരിക്കുന്ന വേദികളാണ്. എനിക്ക് പറയാൻ അറപ്പുണ്ട്. അത്രയും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവനാണോ ലോകത്തിന് മാതൃക? ഇനി അടുത്തത്, ലോകത്തിൻ്റെ ഉത്തമ മാതൃകയാകേണ്ടവൻ മുട്ടിലിഴയുന്ന കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിൽ കാമം തോന്നിക്കൊണ്ട് അവളോട് വിളിച്ചു അതിനെ നോക്കി പറയുകയാണ്, ഇതിന് പ്രായമാകുമ്പോൾ ഞാൻ ഇതിനെ നിക്കാഹ് ചെയ്യുമെന്ന്, ഇതുമായി ലൈംഗിക വേഴ്ച നടത്തുമെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നവനാണോ ലോകത്തിന് മാതൃക? അടുത്തത്, അതും അങ്ങനെ നിൽക്കുമ്പോൾ സ്വന്തം മകൻ്റെ ഭാര്യയെ സയ്യിദ് എന്ന് പറയുന്ന സ്വന്തം മകനെന്ന് എടുത്തു പറയുന്നതിൻ്റെ കാരണം വളർത്തുമകനെന്ന് ഇവർ ന്യായീകരിക്കും. വളർത്തുമകനാണെങ്കിൽ പോലും അത് തെറ്റാണ്. ഇനി മകൻ എന്ന് പറയാനുള്ള കാരണം, കഅബാനാഥൻ്റെ മുൻപായി ഞാൻ സത്യം ചെയ്യുന്നു, എൻ്റെ അവകാശം ഇവനും അവൻ്റെ അവകാശം എനിക്കും മാത്രമായിരിക്കുമെന്ന് പറഞ്ഞവൻ സയ്യിദ് ബിൻ ഹാരിസ് എന്നല്ല, ഇനി മുതൽ അവൻ സയ്യിദ് ബിൻ മുഹമ്മദ് എന്നറിയപ്പെടും എന്ന് വിളിച്ചു പറഞ്ഞ് കഅബാനാഥൻ്റെ മുൻപായി ഞാനത് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദ് സയ്യിദിനെ തൻ്റെ സ്വന്തം മകനാക്കി തീർക്കുന്നു. അന്ന് മുതൽ നാട്ടുകാർ തന്നെ വിളിച്ചിരുന്നത് സയ്യിദ് ബിൻ മുഹമ്മദ് എന്നാണ്. അങ്ങനെ സയ്യിദ് മുഹമ്മദിൻ്റെ മകനായി തുടരവേ സൈനബ് എന്ന് പറയുന്നവളെ സയ്യിദിനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ച ശേഷം ഒരിക്കൽ സയ്യിദ് ഭവനത്തിൽ ഇല്ലായിരുന്ന സമയം മുഹമ്മദ് അവിടെ കടന്നു ചെല്ലുകയും സയ്യിദ് ഇല്ല എന്ന് കണ്ട് അവിടെ ഉണ്ടായിരുന്നതായ സൈനബ് വസ്ത്രം മാറിക്കൊണ്ടിരിക്കവേ അവിടെ ഉണ്ടായിരുന്ന കർട്ടൻ പൊങ്ങി മുഹമ്മദ് സൈനബയുടെ നഗ്നത കണ്ടു. ഇനി മറ്റൊരു ഭാഗത്ത് ഇസ്ലാമിക ദാവാ പണ്ഡിതനായ ശ്രീ M.M. അക്ബർ പറയുന്നത്, അവിടെയുള്ള കർട്ടൻ പൊക്കി, തുണി പൊക്കി, ആ തുണി പൊങ്ങി, അങ്ങനെ മുഹമ്മദ് അവളുടെ സൗന്ദര്യം കണ്ട് ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി എന്നാണ് ശ്രീ M.M. അക്ബർ പറയുന്നത്. പക്ഷെ ഞാൻ ഗ്രന്ഥങ്ങൾ പറയുന്നതിനനുസരിച്ച് പോകാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ ഉണ്ടായിരുന്നതായ കർട്ടൻ പൊങ്ങിയപ്പോൾ, തൻ്റെ മരുമകളുടെ നഗ്നത അദ്ദേഹം കണ്ടപ്പോൾ, കേവലം മനുഷ്യനായ ഒരു അല്പമെങ്കിലും ഹ്യൂമാനിറ്റിയുള്ള, മാനവികതയുള്ള ഏതൊരു മനുഷ്യനും
സോറി എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് മാറുന്നതിന് പകരം ആ സൗന്ദര്യം കണ്ട് അതിൽ ആകൃഷ്ടനായവൻ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ബാപ്പ ബാപ്പ എന്ന് വിളിച്ച് തൻ്റെ പുറകെ നടന്നവളെ കൊണ്ട് ഇക്കാക്ക ഇക്കാക്ക എന്ന് വിളിപ്പിച്ച ആ മ്ലേച്ഛതയല്ലേ മുഹമ്മദ് ലോകത്തിന് മുൻപായി കാഴ്ചവെച്ചത്. മുഹമ്മദിന് പെണ്ണുപിടിക്കുവാനും മുഹമ്മദിന് വ്യഭിചരിച്ച് നടക്കുവാനും തനിക്ക് ബലാത്സംഗം ചെയ്ത് നടക്കുവാനും കൊള്ളയടിക്കുവാനുമായി താനൊരു ഗ്രന്ഥം കൊണ്ടുവരുന്നു, ഒരു കൂട്ടം അനുയായികളെ കൂട്ടിച്ചേർക്കുന്നു. ഇതാണോ ലോകത്തിനുള്ള ഉത്തമ മാതൃക? സഫിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ തൻ്റെ ഭർത്താവായ കിനാനെയും തൻ്റെ കുടുംബക്കാരെയും മുഴുവൻ കൊന്നൊടുക്കി കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ അടിമയാക്കി വെച്ച് കൊണ്ടുവരുന്ന വഴിയിൽ തന്നെ മറ്റൊരുത്തന് അവൾ പങ്കായി വീഴുകയും അവന് കൊണ്ട് നടക്കുവാനുള്ള ഒരു അടിമയായി വലത് കൈ ഉടമപ്പെടുത്തിയ അടിമയായി സഫിയയുടെ ലോട്ട് വീഴുകയും ചെയ്തപ്പോൾ ഇവൾ കൂടുതലും മുഹമ്മദിനായിരിക്കും ചേരുക എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ ഇത് അങ്ങേക്കാണ് കൂടുതൽ ചേരുക എന്ന് പറഞ്ഞ് തൻ്റെ സഹാബിമാരിൽ ഒരുത്തൻ ഇവളെ മുഹമ്മദിനെ കൊണ്ടുവരികയാണ്. ഒരു കാവൽക്കാരനെ പുറത്തു നിർത്തിക്കൊണ്ട് മുഹമ്മദ് അന്ന് രാത്രി അവളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്, അവളെ ബലാത്സംഗം ചെയ്യുകയാണ്. മുഹമ്മദ് കൊണ്ടുവന്ന യുദ്ധ എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡ് പോലും നൽകാതെ ആ ഒരു കൽപ്പനയെ പോലും ലംഘിച്ചുകൊണ്ട് മുഹമ്മദ് ചെയ്യുന്നത് വ്യഭിചാരവും ബലാത്സംഗവുമാണ്. ഇവനാണോ ലോകത്തിന് ഉത്തമ മാതൃക എന്ന് പറയുന്നത്? അതേ പ്രിയമുള്ളവരെ, ശരിയാണ്, മുഹമ്മദ് എന്ന് പറയുന്ന മ്ലേച്ഛൻ, അധമൻ, മുതുപാവി ലോകത്തിന് മാതൃകയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നുള്ളതിന് ഉത്തമ മാതൃകയാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോഴോ തുടർന്ന് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് നിങ്ങൾ എന്നോട് പഠിപ്പിൻ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 45-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾക്ക് വായിക്കുമ്പോൾ ഒരു സേവന മനോഭാവത്തിൻ്റെ മാതൃക കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയും. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യത്തിൽ കാണുന്നു, മനുഷ്യപുത്രൻ സേവിക്കപ്പെടേണ്ടതിനല്ല മറിച്ച് സേവിക്കേണ്ടതിനും പലർക്കും പകരമായി തൻ്റെ ജീവനെ വിടേണ്ടതിനും വന്നിരിക്കുന്നു. മനസ്സിലായോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ കൊടുത്തുകൊണ്ട്, ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയതുപോലെ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതിന് നിങ്ങൾക്ക് മാതൃകയായി ഞാനിത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു മാതൃകയാണ് എന്നുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തു വ്യക്തമാക്കുന്നു. മാത്രമല്ല, ക്ഷമയുടെയും ശാന്തതയുടെയും ഉത്തമ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം കാണുവാൻ കഴിയും. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു ഉത്തമ മാതൃക കാണുവാൻ കഴിയും. അവനെ നിന്ദിക്കുമ്പോൾ അവൻ തിരിച്ചു നിന്ദിച്ചില്ല, അവനെ കഷ്ടപ്പെടുത്തുമ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല, നീതിയോടെ ന്യായം വിധിക്കുന്നവൻ്റെ കയ്യിൽ താൻ എല്ലാം ഭരമേൽപ്പിക്കുകയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്നും തോന്നുന്നു. വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ തന്നെയാണ് ലോകത്തിന് ഉത്തമ മാതൃകയായിട്ടുള്ളവൻ. ഇനിയും പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, അവൻ പാപം ചെയ്യുകയില്ല, അവൻ്റെ വായിൽ വഞ്ചനയുമില്ല. എന്നാൽ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? 3-ാമത്തെ സൂറ അതിൻ്റെ 84-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞ് അവർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല, പക്ഷെ അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു നിർത്താം. അല്ലാഹു വഞ്ചകന്മാരിലെ ഉത്തമനാണെന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു വഞ്ചകന്മാരിലെ ഉത്തമൻ എന്തിൻ്റെ വഞ്ചകന്മാരിലെ. എന്നാൽ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ പറയുന്നു, അവൻ്റെ വായിൽ വഞ്ചനയില്ല. യേശുക്രിസ്തുവിൻ്റെ വായിൽ വഞ്ചനയില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ല.
വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിൾ വിളിച്ചു പറയുന്നു, ലോകത്തിന് ഉത്തമ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഉത്തമ മാതൃകയായ ഒരു ഗ്രന്ഥം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ ഗ്രന്ഥത്തിനോട് കിടപിടിച്ചു നിൽക്കുവാൻ മറ്റൊരു ഗ്രന്ഥവും ഈ ഭൂമിയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം 1000 പ്രാവശ്യം അടിവരയിട്ടുകൊണ്ട് പറയുമ്പോൾ, എൻ്റെ എതിർ സംവാദകനായ വീരു ഈ സംവാദത്തിൽ നിന്നും ഇറങ്ങി കണ്ടം വഴി ഓടിയിരിക്കുന്നു. അദ്ദേഹത്തിന് പറയാനുള്ള കഥകൾ ഇവിടെ പറയുകയും ആ കഥകൾ നമ്മൾ കേട്ട് ചിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നേരെ വന്ന ഒരു പ്രസൻറ്റേഷന് പോലും 10 മിനിറ്റ് തികച്ച് കേട്ടിരിക്കാൻ കഴിയാതെ ഇറങ്ങി കണ്ടം വഴി ഓടുന്നതാണ് ഇസ്ലാമിൻ്റെ മാതൃക എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് തന്നെയല്ലേ മുഹമ്മദും ചെയ്തത്. തൻ്റെ അടുക്കൽ ഡിബേറ്റിന് വന്നവരെ, സംവാദത്തിന് വന്നവരെ, നിൻ്റെ കുടുംബക്കാരെയും കൊണ്ടുപോവാ, ഞാൻ എൻ്റെ കുടുംബക്കാരെയും കൊണ്ടുവരാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ശപിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് സ്വയം ശാപമേറ്റുവാങ്ങി. എന്നാൽ തനിക്ക് എതിരെ വരാമെന്ന് കൊണ്ടുവരാൻ പറഞ്ഞവർ യഹൂദജനങ്ങൾ, അവർ ശപിക്കാൻ വരാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാണുവാൻ കഴിയും. എന്നാൽ മുഹമ്മദും തൻ്റെ കുടുംബവും കൂടിയിരുന്ന് ശപിച്ച ശാപങ്ങളെല്ലാം മുഹമ്മദിൻ്റെയും തൻ്റെ കുടുംബക്കാരുടെയും മേൽ വരികയും അവിടെ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാം തേഞ്ഞൊട്ടുന്നത് ഇന്നും നിങ്ങൾക്ക് ആ മുഹമ്മദിൻ്റെ മാതൃകയായി തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ മാതൃകയിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുമ്പോൾ വളരെ വ്യക്തമായി അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു. വഞ്ചനയില്ലാത്തവനായി അവൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ തൻ്റെ അരികിലേക്ക് മാടി വിളിക്കുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ സംവാദത്തിൻ്റെ മറ്റു കാര്യങ്ങൾ തുടർന്ന് മോഡറേറ്റേഴ്സും എല്ലാവരും കൂടെ സംസാരിക്കുന്നതായിരിക്കും. റൂം നിങ്ങൾക്ക് കയറി വരാനായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ്. അപ്പോ വാര്യർ ബ്രോ ഇവിടെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എനിവേ നമ്മുടെ എതിർ സംവാദകനായിട്ടുള്ള വീരു ഈ പ്രസന്റേഷന്റെ പകുതി വെച്ച് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ പണ്ട് മുതലേ ചെയ്യുന്ന പോലെ വളരെ എന്താ പറയണേ, വളരെ മോശമായി പോയി വീരു. എന്തായാലും എനിവേ നമ്മൾ ഈ സംവാദം ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനാണ്. കാരണം നമ്മുടെ എതിർ സംവാദകൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ സംവാദം എൻഡ് ചെയ്യാനാണ്. എനിവേ താങ്ക് യു ന്യൂക്ലിയർ ബ്രോ. അല്ല ന്യൂക്ലിയർ ബ്രോ, നമുക്ക് റൂം ഓപ്പൺ ആക്കാം. മറ്റൊരു റൂം അല്ല, ഈ റൂം തന്നെ നമുക്ക് ഹാൻഡ് റൈസ് ഓക്കെ. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നസ്രീൻ ബ്രോ, ബിജു ബ്രദറെ, എല്ലാരും. ഗിബോർ ബ്രോ കയറി വരൂ. അപ്പൊ എനിവേ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. എനിവേ വീരുവിന്റെ പ്രകടനം നമ്മുടെ ഓഡിയൻസ് എല്ലാവരും വിലയിരുത്തട്ടെ. കേൾക്കാത്ത ആൾക്കാരെല്ലാവരും ഈ റൂം എൻഡ് ചെയ്യാൻ വേണ്ടി റിപ്ലൈ ഉണ്ടാവും.